അല്പസമയം നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് തിരിയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിക്കട്ടെ. സ്തോത്രം. Give me a second here. വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. We have read these verses, I believe many times and heard maybe a lot of sermons. ഒരുപാട് ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടിട്ടുള്ള ഒരു ദൈവവചന ഭാഗത്തോട്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ശ്രദ്ധയെ തിരിക്കുവാനും കർത്താവിൽ ആഗ്രഹിക്കുന്നത്. We'll go to the book of 1 Peter, 1 പത്രോസിൻ്റെ ലേഖനം and chapter 5, 5 അധ്യായം, verses 6 and 7, 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. Thank you, Ashil, for reading those verses aloud. വളരെ പരിചയമുള്ള ദൈവത്തിൻ്റെ ഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി നമുക്ക് സുപരിചിതമായ ഒരു ദൈവത്തിൻ്റെ ഭാഗമാണ്. വെൽ ഫെമിലിയർ വേഴ്സസ് ആൻഡ് വി നോ ദീസ് വേഴ്സസ് ബൈ ഹാർട്ട്. നമുക്ക് കാണാതെ അറിയാവുന്ന ദൈവത്തിൻ്റെ വചനഭാഗമാണ്. സ്തോത്രം. But as I was going through these verses, and I know I have preached from these verses many times, but the other day I was just going through and God started speaking to me. ദൈവം എന്നോട് സംസാരിച്ചു. ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. So when you read verse number 6, 7 and 8, 8 I'm not going to talk about, 5, 6 and 7 and 8. ഈ വേഴ്സസ് ഒക്കെ നമുക്ക് വളരെ ഒരുപാട് പരിചയമുള്ള ദൈവത്തിൻ്റെ ഭാഗങ്ങളാണ്. സ്തോത്രം. ആൻഡ് വേഴ്സ് നമ്പർ 6 ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് വേഴ്സ് നമ്പർ 5, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. വേഴ്സ് നമ്പർ 5, you younger men likewise be subject to your elders, and all of you clothe yourself with humility toward one another. For God is opposed to the proud, but gives grace to the humble. And then Peter goes to verse number 6. ആറാമത്തെ അധ്യായത്തിലോട്ട് വാക്യത്തിലോട്ട് കടന്നു വരുമ്പോൾ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. Therefore humble yourself under the mighty hand of God, that he may exalt you at the proper time. I wanted to talk from verse number 6, but if you don't understand verse number 5, you cannot understand what is said in verse number 6. അഞ്ചാമത്തെ ആ വാക്യം നമ്മൾ മനസ്സിലാക്കാതെ ആറാമത്തെ വാക്യത്തിലോട്ട് കയറിയിട്ട് കാര്യമില്ല. And if you look at these both verses, ഈ രണ്ട് വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, in verse number 5 and in verse number 6, Peter talk about one thing. ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. That is none other than what? Humility. Praise God. താഴ്മ, താഴ്ത്തുക, താണിരിക്കുക എന്നുള്ള പ്രത്യേക പദം ഈ രണ്ട് വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. But the humility Peter talks about in verse number 6 is different than the humility Peter talks about in verse number 5. അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഹ്യൂമിലിറ്റി അല്ല ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടും രണ്ട് ഹ്യൂമിലിറ്റിയാണ്. പ്രൈസ് ഗോഡ്. And scholars describe it in different ways. They call one humility as vertical humility and the other one is as horizontal humility. ഒരു താഴ്മയെ വെർട്ടിക്കൽ ഹ്യൂമിലിറ്റി എന്നും മറ്റ് താഴ്മയെ ഹോറിസോണ്ടൽ ഹ്യൂമിലിറ്റി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. So just let me talk a little bit about it. Praise God. In verse number 5, what we see is horizontal humility.
എന്താണ് ഈ ഹൊറിസോണ്ടൽ ഹ്യൂമിലിറ്റി? ഇറ്റ് ഈസ് ദ ഹ്യൂമിലിറ്റി ദാറ്റ് വി ഷോ ഇൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണിക്കുന്ന താഴ്മയാണ്, പ്രൈസ് ഗോഡ്, ഹൗ വി ട്രീറ്റ് പീപ്പിൾ. ആമേൻ, സ്തോത്രം. മനുഷ്യരുമായി ഇടപെടുമ്പോൾ നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വിനയത്തെയാണ് വേഴ്സ് നമ്പർ 5 കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, റീഡ് ഇറ്റ് അഗെയിൻ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. Right? So it is talking about the humility that you express and you demonstrate through your actions, through your words, through your deeds, in your relationship with people. Praise God. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ വാക്കുകളിൽ കൂടെയും നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടെയും നിങ്ങളുടെ ചിന്തകളിൽ കൂടെയും മനോഭാവത്തിൽ കൂടെയും ഒക്കെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്ന, ഷോ ചെയ്യുന്ന ഹ്യൂമിലിറ്റിയാണ് വേഴ്സ് നമ്പർ 5 നമ്മൾ കാണുന്നത്. ബട്ട് ഇൻ വേഴ്സ് നമ്പർ 6 ഇറ്റ് സേസ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കും. അഗെയിൻ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് വെർട്ടിക്കൽ ഹ്യൂമിലിറ്റി. എന്ന് വെച്ചാൽ how you respond to God, ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഹ്യൂമിലിറ്റി. പ്രൈസ് ഗോഡ്. the humility that you show with your relationship with God, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾ കാണിക്കുന്ന ഹ്യൂമിലിറ്റി, the humility that you show before God. പ്രൈസ് ഗോഡ്. ദൈവം മുൻപാകെയുള്ള നിങ്ങളുടെ ഹ്യൂമിലിറ്റി. In fact, praise God, the humility in verse number 6 is the first one. Praise God. 6ാമത്തെ വാക്യത്തിൽ കാണിക്കുന്ന ഹ്യൂമിലിറ്റിയാണ് ആദ്യത്തെ ഹ്യൂമിലിറ്റി. And the humility in verse number 5 is the result of the first one. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ താഴ്ത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഹ്യൂമിലിറ്റിയാണ് verse number 5. It's like a tree, tree has 2 parts. What is the root and the fruit, right? Praise God. So there is no fruit without the root. Praise God. And the root is the vertical humility. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കാണിക്കുന്ന humility. Praise God. And the fruit is the result. എന്ന് വെച്ചാൽ മനുഷ്യരുടെ മുൻപാകെ നമ്മൾ കാണിക്കുന്ന humility, praise God, it should be the result of the first one. Praise God. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. But let me talk a little bit about the humility in verse number 5, and then I will come down to verse number 6. ഈ verse number 5 കാണുന്ന ഹ്യൂമിലിറ്റിയെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കാൻ പോകുകയാണ്. You younger men likewise be subject to your elders, and all of you clothe yourself with humility. തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. Look at that word. Clothe yourself with humility. And that was the word which grabbed my attention. Clothing is like putting on a cloth. Praise God. And I just did a deeper dive. ഞാൻ അതിൻ്റെ ഒന്ന് പഠിക്കാനിടയായി തീർന്നു. And all of a sudden, praise God, I understood that it is a particular word, the cloth. ധരിക്കുക ഒരു പ്രത്യേക വസ്ത്രത്തിൻ്റെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. On those days there were masters and servants. Praise God. And the servants always, dressed a particular, they had a particular dress. And in modern times, in our times, it is called as apron. Okay? So here the Greek word for clothes is almost similar to the word for apron. Praise God. Apron ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ who wears an apron? We have to go back to those days. There were always servants and masters. Masters never wore an apron. പക്ഷെ ഇപ്പം നമ്മൾ അടുക്കളയിൽ നമ്മൾ മാസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും എന്താണ്,
It's a fashion like അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ഏപ്രൺ, പക്ഷെ അന്നത്തെ കാലത്ത് ഏപ്രൺ ഇടുക എന്ന് പറഞ്ഞാൽ masters never wore it. It is always the dress of a servant. Praise God. And now, let me, talk a little bit more about it. Like servants, they never wore an apron to relax. Relax ചെയ്യാൻ വേണ്ടി ആരും apron ധരിക്കത്തില്ല. Praise God. They deliberately put the apron on so that, they can serve their master. Praise God. Whether they like it or not, they have to wear it. ഇഷ്ടമല്ലേലും ഇഷ്ടമാണെങ്കിലും, പ്രൈസ് ഗോഡ്, മാസ്റ്ററിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഏപ്രൺ ഇട്ടുകൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു ഡെലിബറേറ്റ് ഡിസിഷനാണ്. യു ഹാവ് ടു പുട്ട് ഇറ്റ് ഓൺ. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, പീറ്റർ ഉപയോഗിക്കുന്ന വാക്കാണ്, റൈറ്റ്? I would say, I would go to the extent of saying that a Christian should always wear an apron. Praise God. എന്ന് വെച്ചാൽ you are ready to serve. Praise God. That is what it shows. Praise God. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും, സ്തോത്രം, we are called to serve. നമ്മൾ എന്താണ്? സെർവ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് കടന്നു പോകട്ടെ. ആൻഡ് an apron prepared someone for work. പ്രൈസ് ഗോഡ്. എന്തറിയാമോ? ഏപ്രൺ ഇട്ടിരിക്കുന്ന വെച്ചാൽ ഞാൻ സ്തോത്രം വർക്ക് ചെയ്യുവാൻ റെഡിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആൻഡ് ഇറ്റ് സേസ് the humility always moves towards service. ഓക്കെ. ഈ താഴ്മയെന്ന് പറയുന്നത്, താഴ്മ നമ്മൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സ്തോത്രം, ഒരു സർവീസിലോട്ടാണ്. പ്രൈസ് ഗോഡ്. സോ the servant with an apron is always active. That servant bends, servant gives, sacrifices. Hallelujah. ഒരാൾ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. Humility is love in working clothes. Praise God. Hallelujah. So ഈ താഴ്മയെന്ന് പറയുന്നത് അത് വാക്കുകളുടെ താഴ്മയല്ല. എന്ന് വെച്ചാൽ സ്തോത്രം, അത് കേവലം ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, മറിച്ച് പ്രൈസ് ഗോഡ്, in your relationship with people, you should demonstrate it, express it with your action and with your deed, the way that you take care of others. Praise God. Hallelujah. അതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന താഴ്മ. ഞാൻ അവിടെ നിന്ന് അത്രയും പറഞ്ഞങ്ങ് മാറുകയാണ്, കാരണം എൻ്റെ മെസ്സേജ് അടുത്ത വാക്യത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. So Apostle Peter says, clothe yourself with humility. നിങ്ങളെ താഴ്മ ധരിച്ചുകൊണ്ട് നിൽക്കണം. there is a plus point, there is a positive. ഇതിനൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ട് ഈ താഴ്മ ധരിച്ചാൽ. എന്തെന്നറിയാമോ? അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഏപ്രൺ ധരിക്കാത്തവരോട്. സോ എന്ന് വെച്ചാൽ ഏപ്രൺ പോയി വീട്ടിൽ പോയി ഏപ്രൺ ധരിച്ചാൽ ദൈവം കൂടെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് യുവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, മനോഭാവം. അപ്പോൾ ദൈവം ആരോട് എതിർത്ത് നിൽക്കുന്നു? താഴ്മയില്ലാത്തവരോട്, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. വിച്ച് മീൻസ്, praise God, the moment you take off this apron, the moment you lose your humility, God becomes your opponent. ദൈവം നിന്റെ ആരായി തീരുന്നു? ശത്രുവായി തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. എന്ന് വെച്ചാൽ it doesn't matter whoever is against us. If God is with us, we are on the safe side. We are in the safe side. നമ്മൾ സേഫ് സൈഡിലാണ്. But praise God, doesn't matter whoever is with us. If God is against us, you are in danger. Praise God. അപ്പോൾ ദൈവത്തെ കൂട്ടത്തിൽ നിർത്താൻ എന്ത് ചെയ്യണം? That is the question. What we should do so that God can be on our side or with us. Praise God. നമ്മൾ എന്ത് ചെയ്യണം? ദൈവം കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? The answer is so simple here.
clothe yourself with humility. I mean, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, the greatest weapon that a Christian can have in their hand is humility. Praise God. നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, താഴ്മയാണ്. Praise God. The moment you can humble yourself, praise God, God is with you. Amen. എന്നിട്ട് എന്താണെന്നറിയാമോ? There is a blessing. Okay? When you humble yourself, there is a blessing that accompanies you. അതെന്താണെന്നറിയാമോ? അത് അടുത്ത വാക്യത്തിൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. For God opposes to the proud, but gives grace to the humble. എന്ന് വെച്ചാൽ, if you can clothe yourself with humility, എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഗ്രേസ്, കൃപ. ദൈവം ആർക്കാണ് കൃപ കൊടുക്കുന്നത്? മിടുക്കന്മാർക്കല്ല. Praise God. Not who excels in. God does not give grace to the one, not who excels in everything. Praise God. But to the humble. താഴ്ത്തിയാൽ ദൈവത്തിങ്കൽ നിന്നൊരു ഒരു വലിയ ഗിഫ്റ്റ് ലഭിക്കും. അതെന്താണ്? ദൈവത്തിന്റെ കൃപ. Like in 2 Corinthians chapter 12, we know that Apostle Paul had a thorn in his flesh. If you read the prior verses, it says, Apostle Paul was blessed with visions, greater revelation. But, Apostle Paul himself says, Apostle പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 Corinthians chapter 12 and verse number 7. ഇങ്ങനെയാണ് പറയുന്നത്, because of surpassing greatness of the revelation, for this reason, to keep me from exalting myself, to keep him from arrogance. Praise God. ഈ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എന്ത് കൊടുത്തു? ഒരു ശൂലം കൊടുത്തു. a thorn in the flesh, which means receiving greatest revelation can make a person really puffed up with pride. അല്ലേ? ഈ വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് വെച്ചാൽ അത് ഇവിടെ പറയുന്ന കാര്യമാണ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയാമോ? വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചാൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? നിഗളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. You can see many servants of God, they fell down because of what? Pride. Praise God. അതുകൊണ്ട് along with that, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? A thorn in the flesh. Paul pray ചെയ്തു, take this thorn away from me. But എന്തായിരുന്നു ദൈവത്തിൻ്റെ ആൻസർ? I'm not going to take the thorn away from you, but I am going to pour my grace. കൃപ എന്ന് വെച്ചാൽ ഈ thorn will keep you humble. You will have humility as long as you have this thorn in your life. Praise God. And as long as you are humble, I can pour out my grace, amen, more and more in you. Praise God. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിനേ, പൗലോസ് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. നോട്ട് ബിക്കോസ് പൗലോസ് മിടുക്കനായതുകൊണ്ടല്ല, പൗലോസിൽ പകർന്ന ദൈവകൃപയായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരു വാക്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. And that is 1 Corinthians. Can you read 1 Corinthians chapter 15? 1 Corinthians chapter 15 and verse number 9 and 10. ഒന്ന് വായിച്ചാട്ടെ. Yeah. Okay, how did Apostle Paul start that? He talking about the grace of God. Then he says, I am the least of everyone. Among all the apostles, I am the least and not even fit to be called as an apostle. അപ്പോസ്തലൻ എന്നുള്ള പേരിന് പോലും എന്ന് വിളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ വൺ ഹു റിസീവ്ഡ് ഗ്രേസ്. കൃപയുള്ളവൻ്റെ വാക്കുകളാണ്.
You can recognize those who are received grace from their words. Praise God. കൃപയുള്ളവനെ വാക്കുകളിൽ കൂടെ തിരിച്ചറിയാം. എങ്ങനെയാണ് പറയുന്നത്? ആമേൻ. അങ്ങനെ വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. Because he is humble. That is the way, amen, praise God, someone who received grace demonstrate or talk about. Praise God. എന്താണ് പറയുന്നത്? ആമേൻ. കർത്താവേ, ആമേൻ, അപ്പോസ്തോലൻ എന്ന പേരിന് പോലും അങ്ങനെ വിളിക്കപ്പെടാൻ പോലുള്ള ഒരു വേർതിനെസ് എനിക്കില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് എ ലാംഗ്വേജ്. അത് മുൻപോട്ട് പോകട്ടെ. അവിടെ പൗലോസ് പറയുന്നൊരു കാര്യം എന്തെന്നറിയാമോ? അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ആമേൻ, സ്തോത്രം. എന്നിട്ട് താൻ പറയുകയാണ്, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ പോലുമല്ല. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഞാൻ ആകുന്നത് I am who I am because of the grace of God. So Apostle Paul was saying, I was somebody before. മുൻപ് ഞാൻ ആരോ ഒരാളായിരുന്നു. But I am not the same anymore. I have changed. I am somebody different now. Why? Because of the grace of God. അതിൻ്റെ അർത്ഥം എന്തറിയാമോ? ഈ ദൈവകൃപയ്ക്ക് നമ്മളെ മാറ്റാൻ സാധിക്കും. Praise God. Incredible changes, unbelievable changes, the grace of God can bring in our life. Praise God. He was somebody who persecuted the church. Now he is somebody who is preaching Jesus Christ, and he says, I am who I am because of the grace of God, and the grace of God has changed me. Praise God. അപ്പോൾ ഈ കൃപ നമ്മിൽ പകർന്നാൽ എന്തറിയാമോ? ഒന്ന്, നമ്മളെ ആ ട്രാക്കിൽ നിർത്തും, താഴ്മയിൽ നിർത്തും. രണ്ട്, ഈ കൃപ നമ്മളെ മാറ്റും. സ്തോത്രം. നമ്മളെ ആകെ മാറ്റിമറിക്കും, നമ്മളെ ചേഞ്ച് ചെയ്യും. ആമേൻ, സ്തോത്രം. അതുമാത്രമല്ല, പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഹാവ് ലേബേർഡ് ഈവൻ മോർ ദാൻ ഓൾ ഓഫ് ദം. ഓൾ ഓഫ് എസ് അവിടെ നമ്മൾ ചിന്തിക്കും, പ്രൈസ് ഗോഡ്, ഇത് ഇച്ചിരി അഹങ്കാരമല്ലേ? നോ, it is not the language of arrogance. It is the language of confidence. Praise God. ദൈവകൃപ ലഭിച്ചവന് ഒരു കോൺഫിഡൻസ് കാണും. You can recognize that confidence from his word. Praise God. He says, I have labored more than everyone else. That is the confidence. Praise God. ദൈവകൃപയുള്ളവൻ കോൺഫിഡൻസോട് കൂടെ സംസാരിക്കത്തുള്ളൂ. കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കത്തില്ല. In the middle of any challenges, in the middle of any problems, if you have received the grace of God, amen, praise God, you can easily recognize from your word, you will not lose your confidence. ഏത് പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുവാൻ കൃപ ലഭിച്ചവന് കഴിയും. ആമേൻ, സ്തോത്രം. എന്നിട്ട് പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ട് he doesn't stop there. Praise God. He says, I have labored more than everyone else. പക്ഷേ എന്നിട്ട് പറയുകയാണ്, yet not I, but the grace of God. See the attitude of the one who received the grace. He did whatever he could do, and he has seen amazing result. എന്നിട്ട് പറയുകയാണ്, I'm not taking all the credit. Praise God. കൃപ ലഭിച്ചവന് ക്രെഡിറ്റ് എല്ലാം എപ്പോഴും ദൈവകൃപയ്ക്ക് കൊടുക്കും, ദൈവത്തിന് കൊടുക്കും. Praise God. നിഗളിക്കത്തില്ല. Praise God. Hallelujah. If I am able to, do something, I will not take the credit. I will give all the credit to the grace of God, to the Lord. Praise God. Hallelujah. If somebody is saved through my preaching, I will not take the credit. I will give the credit, to the grace of God. If someone is healed through my prayer, I will not take the credit. Hallelujah. I will give the credit to the grace of God. ഒരാൾ എൻ്റെ പ്രാർത്ഥന മൂലം സൗഖ്യമായാൽ, ഒരാൾ എൻ്റെ പ്രസംഗം മൂലം രക്ഷിക്കപ്പെട്ടാൽ, ഒരാൾ ഞാൻ മൂലം അനുഗ്രഹിക്കപ്പെട്ടാൽ, അത് എൻ്റെ കഴിവല്ല. ഞാൻ പറയും, ആമേൻ, സ്തോത്രം, ഞാനത് ചെയ്തു. പക്ഷേ ആമേൻ, I'm giving all the credit to the grace of God. ആമേൻ, സ്തോത്രം. So ആമേൻ, praise God. ഈ ഒരു ഗ്രേസ് നമ്മിൽ ഉണ്ടെങ്കിലേ നമ്മൾ ട്രാക്കിൽ നിൽക്കത്തുള്ളൂ. സ്തോത്രം. So to have this grace, we need what? Humility.
പ്രൈസ് ഗോഡ്. ഞാൻ അടുത്ത വാക്യത്തിലോട്ട് വന്നില്ല. 2 പീറ്റർ. പെട്ടെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. So let's come back to 1 Peter chapter 5 and verse number 6. So പൗലോസ് പറയുകയാണ്, ഇത്രയും പറഞ്ഞതിന് ശേഷം താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അതുകൊണ്ട് therefore it connects the whole idea here. ആമേൻ. സ്തോത്രം. അതുകൊണ്ട്, ഏതുകൊണ്ട്? Praise God. You know, pride, if you have pride, it places yourself against God. And if you have humility, amen, praise God, it places, you know, yourself with God. അതുകൊണ്ട്, praise God, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുകയും. ഇനി ഇത് പറയുമ്പോൾ we need to understand the recipient here. You know, ഇത് ആരോടാണ് പത്രോസ് എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. ബട്ട് they were going through big time trouble. ഈ സെക്കൻഡ് പീറ്ററിൻ്റെ റെസിപ്പിയൻസ് ഒത്തിരി വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന് തൊട്ട് വായിച്ചാൽ they were having a hard time and they were thinking when we will come out of this. ഓക്കെ, ഇതിൽ നിന്ന് ഞങ്ങൾ എപ്പം പുറത്തു വരും, ഇതിൽ നിന്ന് എപ്പോഴും ഒരു വിടുതലുണ്ടാകും. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, what should they do? Praise God. How should they respond to God during this difficult time? ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരെന്ത് ചെയ്യണം, എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കണം? അവർ പറയുകയാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ. So there is only one thing. You have to humble yourself under the mighty hand of God. Praise God. ഈ humble എന്ന് ഇവിടെ പറയുമ്പോൾ, I have to talk a little more about it. Praise. അല്പം കൂടെ ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. So here Apostle Peter is saying, wait. He is not saying wait until God humiliate you. ദൈവം നിങ്ങളെ താഴ്ത്തുന്നത് വരെ താണിരിക്കാനല്ല പറയുന്നത്. എന്ന് വെച്ചാൽ there is an example in the Bible. Like how God humiliated Nebuchadnezzar. Praise God. അത് പ്രൈഡ് കയറി ദൈവം താഴ്ത്തുന്നിടം വരെ അവന് പ്രൈഡ് കൊണ്ട് നിന്നു. He is not saying that. There is one option before you. You have to voluntarily humble yourself. ഈ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കണം. It's like humility. How many of you know humility is not an emotion? ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈമറിലി നോട്ട് ആൻ ഇമോഷൻ. എന്ന് വെച്ചാൽ I cannot humble myself because I don't feel like. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാത്തത് കൊണ്ട് ഞാൻ താഴ്ത്തുന്നില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. Right? It is a deliberate decision that you have to take. Whether you like or not. നിങ്ങൾക്ക് ഇഷ്ടമാണേലും ഇഷ്ടമല്ലെങ്കിലും ഇതൊരു ഇമോഷൻ അല്ല, മറിച്ച് ഇത് നിങ്ങൾ എടുക്കേണ്ടത് ഒരു തീരുമാനമാണ്. ഡെയിലി യു ഹാവ് ടു ടേക്ക് ദി ഡിസിഷൻ ഓഫ് ഹംബ്ലിംഗ് യുവർ സെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. അത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എല്ലാ ദിവസവും നമ്മളെ എടുക്കണം. ഇറ്റ് ഈസ് നോട്ട് എൻ ഇമോഷൻ ബട്ട് ഇറ്റ്സ് എ ഡിസിഷൻ ദാറ്റ് യു ഹാവ് ടു ടേക്ക്. പ്രൈസ് ഗോഡ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ ഡിസിഷൻ എടുക്കണം. ഐ ആം ഗോയിങ് ടു ഹംബിൾ മൈസെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. Praise God. That is the step that you have to take. Praise God. എന്നിട്ട് എന്താണ് പറയുന്നറിയാമോ? അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ഏതാണ്? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെയാണ് നമ്മൾ താണിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ Peter is taking us all the way back to the Old Testament. God has delivered his people with his mighty hand after 400 years of slavery. ഈജിപ്തിൽ നിന്ന് 400 വർഷത്തെ ആമേൻ സ്തോത്രം അടിമത്തത്തിന് ശേഷം ബലമുള്ള ഭുജം കൊണ്ട് അവരെ വീണ്ടെടുത്തു.
And how did they set out? എങ്ങനെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? Not like slaves. Praise God. കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. Right? Amen, stotram. They were able to go to the houses of Egyptian, grabbed all the jewelries and all the gold and silver, everything. Now they are, going out of Egypt like a royal people. ഞാൻ പറയും 400 വർഷത്തെ കോമ്പൻസേഷൻ സഹിതമാണ്, നഷ്ടത്തിന്റെ കോമ്പൻസേഷൻ സഹിതം കൊടുത്താണ് ബലമുള്ള ഭുജം അവയെ പുറപ്പെടുവിച്ചത്. Praise God. The പറയട്ടെ, if we can humble yourself under the mighty hand of God, my God is even able to, praise God, give you back everything. എല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് ശത്രു ഊറ്റിക്കൊണ്ടുപോയ എല്ലാ സ്തോത്രം അനുഗ്രഹങ്ങളും എല്ലാ നഷ്ടങ്ങൾക്കും സഹിതം നഷ്ടപരിഹാരം സഹിതം തിരിച്ചു തന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ഭുജത്തിന് കഴിയും. Praise God. And that is the language here. So, ദൈവം Peter പറയുന്നത്, humble yourself under the mighty hand of God. Live under the mighty hand of God. Praise God. You may have to live for some time. Like, Abraham waited for 25 years. Joseph waited for 13 years. David waited for approximately 15 years. Praise God. They were all living under the mighty hand of God and waiting. So Peter തന്റെ ആൾക്കാരോട് പറയുകയാണ്, live under the mighty hand of God. Your time will come. Praise God. In due time God will lift you up. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. In due time എന്ന് പറയുമ്പോൾ, Peter is using a Greek word called kairos. There are two Greek words for time in Greek. Number one is chronos. Chronos എന്ന് പറഞ്ഞാൽ, it is talking about the calendar days and clock time. എന്ന് വെച്ചാൽ, you are working in a company, in a office. You can say, since 2000 and this, for 5 years, I am working in this company. That is called calendar year. Okay? But think about this, right? You are trying to get a certification, because if you know that if you get that certification, immediately you will get a job. And you got the certification and there is an opening. So that is due time, appointed time. That is not calendar years, not clock time, but that is the appointed time, the time of action. എന്ന് വെച്ചാൽ ഇവിടെ പത്രോസ് പറയുകയാണ്, do not look at the calendar days. Praise God. Calendar days നോക്കി ഇരിക്കേണ്ട. God's time is coming up. The due time, the appointed time. Praise God. നമ്മൾ പലപ്പോഴും calendar days നോക്കിയിട്ട് പറയുകയാണ്, time flew. Praise, സമയം പോയല്ലോ, വർഷങ്ങൾ പോയല്ലോ, മാസങ്ങൾ പോയല്ലോ. നിബൽക്കാലം പറയട്ടെ, ദൈവം കലണ്ടർ ഡേയ്സ് നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, ദൈവം ക്ലോക്ക് ടൈം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. You may think the time has passed away, but let me tell you, if we can humble yourself under the mighty hand of God, the due time will come, the appointed time will come, the time of God's action will come in your life, and He will lift you up. എത്ര പേര് ഇന്ന് കാലം മനസ്സിലാക്കുന്നുണ്ട്? കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. ആമേൻ, സ്തോത്രം. കലണ്ടർ ഡേയ്സ് നോക്കിക്കൊണ്ട് എൻ്റെ വർഷങ്ങൾ കഴിഞ്ഞുപോയി, എൻ്റെ നാളുകൾ കഴിഞ്ഞുപോയി, ആമേൻ, എൻ്റെ സമയങ്ങൾ കഴിഞ്ഞുപോയി, ആരോഗ്യമുള്ള നാളുകൾ കഴിഞ്ഞുപോയി, ഇനിയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ ഇരിക്കേണ്ടത് കാര്യമില്ല. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ, കലണ്ടർ ഡേയ്സ് നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്യൂ ടൈം ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ സമയമാകുമ്പോൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. Can you stand in the presence of the Lord? നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. ഇതിനെല്ലാം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്തെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ, വേറെ ഒന്നുമല്ല. ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുക. താഴ്മയാണ് ഇന്ന് പകൽക്കാലം വേണ്ടുന്നത്.
ധൃതി കാണിക്കണ്ട. ഡു നോട്ട് റഷ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുവാൻ we have to humble ourselves, patiently wait under the mighty hand of God. സ്തോത്രം. ഞാൻ പറയട്ടെ, that is the only one thing that you can do. The rest is something only God can do. ലിഫ്റ്റ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഹംബിൾ യുവർ സെൽഫ്. ദൈവസന്നിധിയിൽ താഴ്ന്നിരി. എത്ര പേര് ഇന്ന് പകൽക്കാലം തയ്യാറാകും? കർത്താവേ, എന്നെ തന്നെ താഴ്ത്തുകയാണ്. സ്തോത്രം. മറ്റ് ഒരിടത്തുമല്ല, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ. ഇസ്രായേൽ ജനത്തെ രാജകീയമായി പുറപ്പെടുവിച്ച ബലമുള്ള കൈക്കീഴെ, എസ്രായെ കൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ സ്തോത്രം ഒരു ആലയത്തിന്റെ പണി പൂർത്തിയാക്കിയ അനുകൂലമായിരുന്ന ആ ബലമുള്ള ഭുജത്തിന്റെ കൈക്കീഴെ, നെഹമ്യാവിനെ കൊണ്ട് പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ഒരു മതിലിന്റെ പണി പൂർത്തിയാക്കിയെടുത്ത അനുകൂലമായിരുന്ന ആ ബലമുള്ള ഭുജത്തിന്റെ കൈക്കീഴെ ഇന്ന് പകൽക്കാലം താണിരുന്നാൽ ഞാൻ പറയട്ടെ, ലജ്ജിക്കേണ്ടി വരത്തില്ല. എത്ര സമയം കടന്നുപോയാലും, നമ്മൾ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ ഉയർത്തും, തക്ക സമയത്ത് ഉയർത്തും. ആരെല്ലാം എതിര് നിന്നാലും ദൈവം നിന്നെ ഉയർത്തും. ഏതെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നമ്മെ ഉയർത്തും. കർത്താവ് നമ്മെ സഹായിക്കുന്നു. പകൽക്കാലം ആ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാം. സ്തോത്രം. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളെ തട്ടി ഹല്ലേലൂയ, പ്രൈസ്. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ 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 ആമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, ആമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ 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 ഹല്ലേലൂയ, കൃപയാൽ 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 ഹല്ലേലൂയ, കൃപയാൽ കൃപയാൽ. പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ, വലിയവനാക്കിയതും ദൈവകൃപയാൽ. പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ, വലിയവനാക്കിയതും ദൈവകൃപയാൽ. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ, കൃപയാൽ 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 ഹല്ലേലൂയ, കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, ആമേൻ. ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, ആമേൻ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ, കൃപയാൽ 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 ഹല്ലേലൂയ, കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, ആമേൻ. ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ, കൃപയാൽ 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 ഹല്ലേലൂയ, കൃപയാൽ കൃപയാൽ കൃപയാൽ. കഷ്ടതകൾ നീ
നൽകിയതും ദൈവകൃപയാൽ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാൽ, കഷ്ടതകൾ നീക്കിയതും ദൈവകൃപയാൽ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാൽ. കൃപയാൽ 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 ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ. കൃപയാൽ 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 ഹല്ലേലൂയ. ആമേൻ. കൃപയാൽ 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 ആമേൻ. കൃപയാൽ കൃപയാൽ ആമേൻ. കൃപയാൽ 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 ഹല്ലേലൂയ. കൃപയാൽ 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 ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ. കൃപയാൽ 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 ഹല്ലേലൂയ. കൃപയാൽ 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 ഓ കൃപയാൽ ആമേൻ. കൃപയാൽ 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 ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലൂടെ